എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റിൽ വളരെ വ്യത്യസ്തമായി ഒരു അടിപൊളി പഴംപൊരി ഉണ്ടാക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടാം. കുറച്ച് നമ്മുടെ ദോശക്കരച്ച മാവ് ചെറിയൊരു കപ്പിൽ, ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. അതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടെ ചേർക്കാം. ഇനി ഒരു കളറിന് വേണ്ടി നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മാവ് റെഡിയായി. ഇനി നമുക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത്. അതിനെ തൊലി കളഞ്ഞ് നമുക്ക് മുറിച്ചെടുക്കാം. ഒരു നേന്ത്രപ്പഴത്തിനെ 2 ആക്കിയാണ് മുറിച്ചെടുക്കുന്നത്. ബാക്കിയുള്ള നേന്ത്രപ്പഴം കൂടി നമുക്ക് അതുപോലെ തന്നെ തൊലി കളഞ്ഞ് മുറിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നേന്ത്രപ്പഴം പൊരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിൽ മുക്കി നമ്മുടെ നേന്ത്രപ്പഴം നല്ല ചൂടായ എണ്ണയിലേക്ക് ഇടാം. എന്നിട്ട് സിമ്മിൽ വെച്ച് വേണം പൊരിച്ചെടുക്കാൻ. ഒരു ഭാഗം പാകമാകുമ്പോൾ നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗവും നന്നായിട്ട് നല്ല പാകത്തിലായി. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ബാക്കി പഴംപൊരി കൂടി നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. നമ്മുടെ പഴംപൊരി റെഡിയായി വന്നു. ഇത് നല്ല അടിപൊളി ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു ഈവനിങ് സ്നാക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.